ഹലോ മച്ചന്മാരെ, നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ പോവുകയാണ്. കുനാഫ ഉണ്ടാക്കാൻ 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. എളുപ്പമാണ് മച്ചന്മാരെ. അത് നമ്മളെ രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേറെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മൾ യൂട്യൂബ് നോക്കിയും അത് പറഞ്ഞു തന്നൊന്നുമല്ല. ഉണ്ടാക്കുന്ന ഷെഫിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മച്ചന്മാര് ആദ്യം നമ്മൾ ഈ ബ്രഹ്മശല്യം തോന്നുന്ന സംഭവം അതിട്ടിട്ട് ബട്ടർ ഇട്ട് ചുമ്മാ ഇങ്ങോട്ടൊന്ന് ചൂടാക്കി ഇടുക. ബട്ടർ നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ച് തോനെ എണ്ണോ ആവശ്യത്തിനെണ്ണോ നിങ്ങളുടെ തീരുമാനമാണ് അതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് തോനെ ഉണ്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ബട്ടർ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അത് ഞങ്ങൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിടുകയാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് സിമ്മിലിട്ട് ചുമ്മാ ചൂടാക്കി എടുത്താൽ ഞങ്ങൾ ഈ തന്നെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കും. നല്ല ടേസ്റ്റാണ് സത്യം. അത് പല്ലുള്ളത് കഴിയുക. ക്രിസ്പിയാണ് സാധനം. ക്രീമികളാണ്. എന്നിട്ടുള്ള എല്ലാം കൂടെ തട്ടുക. തട്ടി ചീസ് മസാല ചീസാണെങ്കിൽ ചീസിന്റെ പുളിയാണ്. പുളി ചീസാണെങ്കിൽ ഷുഗർ വേണമെങ്കിൽ പാലൊഴിച്ച് കുറച്ച് കോൺഫ്ലവർ ഇട്ട് മിൽക്ക് ഒഴിച്ച് ഷുഗർ ചേർക്കണം. നമ്മൾ 5-6 മിനിറ്റ് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഈ കുനാഫ ഇവൻ പറഞ്ഞ തോനെയുണ്ട് കഴിച്ചാണ്ട് വീഡിയോ ലെങ്തിലി ആവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇടുന്നത്. കൊള്ളാമായിരുന്നു. ഒന്നുമില്ലേ അത് പൊക്കൂട് മണം നല്ല മണമാണോ? അത് കൊള്ളാം. അതേപോലെ സെറ്റാക്കി ഇടും. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പഞ്ചാര ഇട്ട് ഇതാക്കി ഇടുക. എന്നിട്ട് കുറച്ച് ഏലക്ക ഇടുക. എന്നിട്ട് ഫ്ലേവറിനാണ് ഏലക്ക ഇടുന്നത്, നല്ലതാണ്. എന്നിട്ട് സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് നെയ്യ് എടുക്കണം. നെയ്യ് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മൊത്തം ഇടുക. ഇട്ടിട്ട് ഇവൻ കാണിച്ചു തരും മൊത്തം. എനിക്കിതിൻ്റെ സംഭവമൊന്നും അറിയത്തില്ല, ഇവനാണ് മൊത്തം ചെയ്യുന്നത്. എന്നിട്ട് വെച്ചാൽ നമ്മൾ വെള്ളം തിളച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് കുനാഫ എല്ലാം ഇടുക. ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മസാല ചീസിൻ്റെ വേറെ സംഭവം ഉണ്ടല്ലോ, അതാണ് തോന്നുന്നു. അത് തോനെ വാരി ഇടുക. ചീസ് ഇഷ്ടമുള്ളത് തോന്നി ഇടുക. ഞങ്ങൾക്ക് ചീസ് തോന്നുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് മൊത്തം അങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലാക്കി ഇടുന്നത് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇതാക്കി എടുത്താൽ മതി. കഴിച്ചു സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഞാനും കഴിച്ചു. നല്ല ക്രീമി സെറ്റപ്പാണ്, പക്ഷെ കൊള്ളാം. നമ്മൾ വെള്ളം തിളപ്പിച്ചില്ലേ, അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ ഒഴിക്കണം. എന്നിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. കണ്ണപ്പനെ അത്ര വിശ്വസിച്ചാൽ കൊള്ളാം.